ഡിയർ സ്റ്റുഡൻസ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഈ ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രോബ്ലംസാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില പ്രോബ്ലംസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ള കുറച്ച് പ്രോബ്ലംസ്. കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഫോർ ആൻ ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10⁻³ മീറ്റർ സെക്കൻഡ്. ഇവിടെ എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എച്ച് ഈക്വൽ ടു 6.625 ഇൻറ്റു 10⁻34 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. മാസ് ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. ഇത് 2018 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡി ബ്രോഗ്ലി റിലേഷൻ അറിയാം. ദാറ്റ് ഇസ് ലാംഡ ഈക്വൽ ടു h/mv. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, m മാസ് ഓഫ് ഇലക്ട്രോൺ, v വെലോസിറ്റി. അപ്പൊ എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. വെലോസിറ്റി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എച്ച് ഉണ്ട്, എം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 6.625 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു 10⁻3. അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 7.28 ഇൻറ്റു 10⁻7 എന്നാണ്. ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, കാൽക്കുലേറ്റ് ദി അൺസർട്ടനിറ്റി in the velocity of an electron if the uncertainty in position is 10⁻⁻10 meter. ഇത് 2017 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ തന്നിട്ടുണ്ട് 10⁻10 മീറ്റർ. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ നമുക്കറിയാം. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി റിലേഷൻ ആണ്. ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് ഹൈസൻബർഗിന്റെ പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. എം നമുക്കറിയാം ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് ഇലക്ട്രോണിന്റെ മാസ് നമുക്കറിയാം. ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, പിന്നെ 4π ഇതൊക്കെ കോൺസ്റ്റന്റ്സ് ആണ്. ഓക്കെ, സോ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. 10⁻10 മീറ്റർ ആണ്. ഡെൽറ്റ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം, 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ എച്ച് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് 6.625 ഇൻറ്റു 10⁻34 കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻⁻1). സോ നമുക്ക് ഇവിടെ ഡെൽറ്റ വി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ വി ഈക്വൽ ടു എന്ന് എഴുതാൻ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് റിലേഷൻ. സോ ഇവിടെ നമ്മൾ ഈക്വൽ ടു എഴുതുന്നു. ഡെൽറ്റ വി ഈക്വൽ ടു h/4π ഇൻറ്റു ക്വസ്റ്റ്യൻ്റെ ഈ സൈഡിലൊക്കെ അവിടേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും. ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ് ഇൻറ്റു എം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് എന്ന് പറഞ്ഞാൽ 6.625 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു ഡെൽറ്റ എക്സ് 10⁻10 മാസ് ഓഫ് ഇലക്ട്രോൺ m 9.1 into 10⁻31. Okay.
അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 5.79 into 10⁵ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പം ഇങ്ങനെ നമുക്ക് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാനും ഡെൽറ്റ വി കണ്ടുപിടിക്കാനും ഒക്കെ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അൺസർട്ടനിറ്റി, വെലോസിറ്റി, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, the uncertainty in the position and velocity of a particle are 0.1 meter and 5.27 into 10⁻⁻24 meter per second respectively. Calculate the mass of the particle. ഏപ്രിൽ 2017 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അതായത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും അതുപോലെ തന്നെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് ഓഫ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അൺസർട്ടനിറ്റി, പൊസിഷനും വെലോസിറ്റിയും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം റിലേഷൻ, ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എം ഈക്വൽ ടു h/4π ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം. എച്ച് ഈക്വൽ ടു 6.625 ഇൻറ്റു 10⁻34 ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.1 മീറ്റർ. ഡെൽറ്റ വി ഈക്വൽ ടു 5.27 into 10⁻⁻24. ഇതാണ്. ഇപ്പൊ നമുക്ക് ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.625 into 10⁻⁻34 divided by 4 into 3.14 into delta x 0.1 into 5.27 into 10⁻⁻24. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1.008 into 10⁻⁻10 കിലോഗ്രാം. ഓക്കെ, ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ, മാസ് ഓഫ് പാർട്ടിക്കിൾ. റൈറ്റ് ദ പോസിബിൾ വാല്യൂസ് ഓഫ് N, L, M and S for an electron in 3p orbital. അതായത് 3p ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിന്റെ N, L, M, S വാല്യൂസ്, അതായത് പോസിബിൾ ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. അതായത് 3p ഓർബിറ്റൽ, ഇലക്ട്രോൺ 3p ഓർബിറ്റലിലാണ് ഉള്ളത്. 3p ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ ഈ ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്കറിയാം ക്വാണ്ടം നമ്പേഴ്സ് സെറ്റ് ഓഫ് 4 നമ്പർ ആണ്. അതിൽ ഫസ്റ്റ് വരുന്ന നമ്പർ N ആണ്, ദെൻ L, പിന്നെ M, S. ഈ 4 നമ്പർ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ 3p ആണ് തന്നിരിക്കുന്നത്. 3p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിലുള്ള p ഓർബിറ്റൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിലുള്ള p സബ് ഷെല്ല്. N എന്നുള്ള വാല്യൂ നമുക്കറിയാം ഷെല്ലിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ N വാല്യൂ, Nന് വരാവുന്ന വാല്യൂ 3 മാത്രമാണ്, 3. ഓക്കെ, ഇനി അടുത്ത നമുക്ക് Lന്റെ വാല്യൂ. ഇവിടെ N 3 ആയതുകൊണ്ട് L വാല്യൂ 0, 1, 2 ഒക്കെ വരാം. പക്ഷെ ഇവിടെ p ഓർബിറ്റ് സബ്ഷെല്ലാണ്. p സബ്ഷെല്ലിന്റെ L വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ ഇനി L വാല്യൂ 1 ആയതുകൊണ്ട് എമ്മിന്റെ വാല്യൂ നമുക്ക് നോക്കാം. L വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എമ്മിന്റെ വാല്യൂ വരിക. നമുക്കറിയാം എമ്മിന്റെ വാല്യൂ -L മുതൽ +L വരെയുള്ള വാല്യൂസ് എല്ലാം ഏതും ആവാം Lന്. ഇപ്പൊ ഇവിടെ L 1 ആണ്. അപ്പൊ -1 മുതൽ 0,
+1 വരെയുള്ള ഏത് വാല്യൂ ആവാം എമ്മിന്. ഓക്കെ, ദെൻ എസിന്റെ വാല്യൂ വരുന്നത് +½ അല്ലെങ്കിൽ -½ ഇതിലേത് വാല്യൂ എസിന് വരാം. എസിന് ഈ രണ്ട് വാല്യൂസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പോസിബിൾ വാല്യൂസ് ഓഫ് എൻ, എൽ, എം ആൻഡ് എസ്. അപ്പോൾ എന്നിന്റെ വാല്യൂ നമ്മൾ എഴുതി 3 ആണ്, എൽ വാല്യൂ 1 ആണ്, എമ്മിന്റെ വാല്യൂ വരാൻ ചാൻസ് ഉള്ളത് -1 വരാം, 0 വരാം, +1 വരാം. അതുപോലെ തന്നെ എസിന്റെ വാല്യൂ +½ അല്ലെങ്കിൽ -½ ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദി ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടാസ്യം നമുക്കറിയാം അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 4s1. ഇതാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 4sലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വാണ്ടം നമ്പർ വരാൻ ചാൻസ് ഉള്ളത്, എൻ വാല്യൂ വരാൻ ചാൻസ് ഉള്ളത് 4 ആണ്. 4 ആണ് ഇതിന്റെ എൻ വാല്യൂ. അതുപോലെ തന്നെ എൽ വാല്യൂ എസ് ആയതുകൊണ്ട് എൽ വാല്യൂ 0 ആണ്. എമ്മിന്റെ വാല്യൂ എൽ 0 ആയതുകൊണ്ട് തന്നെ എമ്മിന്റെ വാല്യൂ 0. ദെൻ എസിന്റെ വാല്യൂ വരാൻ ചാൻസ് ഉള്ളത് +½ അല്ലെങ്കിൽ -½ ഈ രണ്ട് വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിന്റെ സെറ്റ് എഴുതാം. ദാറ്റ് ഇസ് 4, n, l 0, m 0, s ഒന്നുകിൽ +½ ഇങ്ങനെ ഒരു സെറ്റ് എഴുതാം. അല്ലെങ്കിൽ 4, 0, 0, -½ ഈ രണ്ട് സെറ്റിൽ ഏതെങ്കിലും ഒന്നാണ് പൊട്ടാസ്യത്തിന്റെ ക്വാണ്ടം നമ്പർ വരിക. പൊട്ടാസ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പർ ഇതിലേതെങ്കിലും ഒന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുപോലെ നമ്മൾ ഇതിൽ വർക്കൗട്ട് ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് നിങ്ങൾ നോട്ടിൽ എഴുതി ചെയ്ത് നോക്കുക. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് എ velocity of 7.286 into 10⁴ meter per second. ഇത് ഒക്ടോബർ 2016 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. H = 6.626 into 10⁻³ kilogram meter square per second. Mass of electron equal to 9.1 into 10⁻31 kilogram. ഈ പ്രോബ്ലം നിങ്ങൾ നോട്ടിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ ചെയ്യാം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി അൺസർട്ടനിറ്റി ഇൻ ദി വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇഫ് ദി അൺസർട്ടനിറ്റി ഇൻ ദി പൊസിഷൻ ഈസ് 10⁻10 മീറ്റർ. അപ്പോൾ ഇവിടെ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതും നോട്ടിൽ എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രിൻസിപ്പൽ ആൻഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദി ഫോളോയിങ്. അതായത് താഴെ തന്നിരിക്കുന്നതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും എഴുതാനാണ്. അതായത് എൻ വാല്യൂ, എൽ വാല്യൂ എഴുതാനാണ്. വളരെ ഈസിയാണ്. അപ്പോൾ 5d, 4s, 4f ഇവയുടെയൊക്കെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും
അസിമുത്തൽ ക്വാണ്ടം നമ്പറും എത്രയാണ് വരിക എന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇത് 2017 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഈസ് റോങ്, ജസ്റ്റിഫൈ. അപ്പൊ ഇതില് ഈ താഴെ തന്നിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഏതോ ഒന്ന് തെറ്റുണ്ട്. അത് ഏതാന്ന് കണ്ടുപിടിക്കാനും അത് ജസ്റ്റിഫൈ ചെയ്യാനും വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2016 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഓപ്ഷൻസ് വായിക്കാം. 2px1 py1 pz1. രണ്ടാമത്തെ ഓപ്ഷൻ 2px2 py2 pz0. മൂന്നാമത്തെ ഓപ്ഷൻ 2px1 py1 pz0. നാലാമത്തെ ഓപ്ഷൻ 2px0 py1 pz1. ഇതാണ് ഓപ്ഷൻസ്. ഇതിൽ ഒരു കോൺഫിഗറേഷൻ തെറ്റാണ്. അത് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ.